കനത്ത മഴയുടെ മറവിൽ ഇടുക്കിയിൽ ചന്ദനമോഷണം പെരുകുന്നു. സ്ഥിരമായി ആൾതാമസമില്ലാത്ത സ്വകാര്യ കൃഷിയിടങ്ങൾ കേന്ദ്രീകരിച്ചാണ് മോഷണം നടക്കുന്നത്. പാതി മുറിച്ച് ഉപേക്ഷിച്ച മരങ്ങളുമുണ്ട്. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ മുണ്ടിയരുമ ദേവഗിരി ഭാഗത്തെ സ്വകാര്യ ഭൂമിയിൽ നിന്ന് നിരവധി മരങ്ങളാണ് മുറിച്ചിട്ടുള്ളത്. ഇടുക്കി ജില്ലയിൽ മറയൂർ കഴിഞ്ഞാൽ ചന്ദനമരങ്ങൾ കൂടുതലായി കാണപ്പെടുന്നത് അതിർത്തി പ്രദേശമായ പട്ടം കോളനിയിലാണ്. മഴക്കാലങ്ങളിലാണ് മേഖലയിൽ ചന്ദനമോഷണം വർദ്ധിക്കുന്നത്. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ മുണ്ടിയരുമ ദേവഗിരി ഭാഗത്തെ സ്വകാര്യ ഭൂമിയിൽ നിന്ന് നിരവധി മരങ്ങൾ മുറിച്ച് കടത്തിയിട്ടുണ്ട്. കാതൽ കുറവായതിനാൽ പാതി മുറിച്ച് നിർത്തിയ മരങ്ങളുമുണ്ട്. ഇവിടെ നമുക്കൊരു 10-12 ചന്ദനം നിൽപ്പുണ്ടായിരുന്നു. അതിലൊരു 2-3 ചന്ദനം പോയി. ഒരു നമ്മൾ ഇവിടെ ഇല്ലാത്ത സമയത്താണ് ഈ സാധനം പോയത്. അതുപോലെ തന്നെ മഴ സമയമായിരുന്നു. രാത്രിയിലാണ് പോയേക്കുന്നത്. ഒരു 2-3 ദിവസം മുമ്പ് ഇതേപോലെ ഒരെണ്ണം വെട്ടിയിട്ട്, ഒരു 5-6 ദിവസം മുമ്പ് ഒരെണ്ണം വെട്ടിയിട്ടിരുന്ന കണ്ടായിരുന്നു. അത് കണ്ട് ഞങ്ങൾ പോലീസുകാരെ അറിയിച്ചു. പോലീസുകാർ വന്ന് നോക്കിയായിരുന്നു. അതുപോലെ പോലീസുകാർക്ക് കേസ് കൊടുത്തായിരുന്നു. അതിലൊരു 2 പേരെ 2-3 ദിവസം മുമ്പ് കമ്പമത്ത് വിളിച്ച് പിടിച്ചെന്ന് പറഞ്ഞു. ഇവരാണോന്ന് അറിയത്തില്ല. കഴിഞ്ഞ ദിവസം 7 കിലോഗ്രാം ചന്ദനമുട്ടിയുമായി 2 പേർ പിടിയിലായിരുന്നു. മുണ്ടിയരുമ മേഖലയിൽ നിന്നും മുറിച്ചു കടത്തിയ മരമായിരുന്നു ഇത്. മേഖലയിലെ പൊതുസ്ഥലങ്ങളിൽ നിന്നടക്കം ചന്ദനം മുമ്പ് മോഷണം പോയിട്ടുണ്ട്. മഴ ശക്തമായ ദിവസങ്ങളിൽ രാത്രികാലങ്ങളിലാണ് മോഷണം കൂടുതലായി നടന്നിട്ടുള്ളത്. മോഷണം നടന്നാൽ പോലും നിയമപ്രശ്നങ്ങൾ ഓർത്ത പല ഭൂവുടമകളും കേസിന് പോകാറുമില്ല. ന്യൂസ് ബ്യൂറോ, രാജകുമാരി.